പ്ലസ് ടു കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്ററാണ് തുടങ്ങുന്നത്. നമ്മുടെ നിത്യജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കെമിക്കൽ കൈനറ്റിക്സ്. അതെന്താണെന്ന് നോക്കാം. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമുക്ക് എല്ലാവർക്കും സാധാരണഗതിയിൽ ഭക്ഷണം പാചകം ചെയ്തു തരുന്നത് അമ്മമാരാണ്. ഒരു ദിവസം അവിചാരിതമായിട്ട് വളരെ പെട്ടെന്ന് അമ്മയ്ക്ക് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടു പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് പോയത്. അപ്പം വൈകുന്നേരം 6 മണിക്ക് തന്നെ അത് ചെയ്ത് വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ പല പല തിരക്കുകൾ കാരണം സിനിമ കാണലും ബാക്കി വിനോദങ്ങളും ഒക്കെയായി നമ്മൾ ആ സമയമൊക്കെ മറന്നുപോയി. നമ്മൾ അതൊന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അമ്മ പോയതേ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് പണികൾ. അപ്പൊ ഇതൊന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അപ്പം വൈകുന്നേരം ഏറെ വൈകിയതിനു ശേഷം മാത്രമാണ് നമുക്കിത് ചെയ്യാൻ അരച്ചു വെക്കാനായിട്ട് സാധിച്ചത്. ഏകദേശം 10-11 മണിയായപ്പോൾ അരച്ചു വെച്ചു. പിറ്റേ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായില്ല. കല്ല് പോലിരുന്നു. എന്തായിരിക്കും കാരണം? അപ്പൊ ഉടനെ അമ്മയെ വിളിച്ചു. അമ്മയെ, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ശരിയായില്ല, എന്താണ് കാരണം? അപ്പൊ അമ്മ ചോദിച്ചു, എന്താ കുഴപ്പമൊന്നും വരേണ്ടതല്ലല്ലോ. ചോദിച്ചു വന്നപ്പോഴാണ് അമ്മ ഇപ്പോഴാണ് അരച്ചു വെച്ചത്. 11 മണി, രാത്രി 11 മണിയൊക്കെ ആയി ചെയ്തു വെച്ചപ്പോൾ. അപ്പൊ പുളിച്ചിട്ടുണ്ടാവില്ല സാധനം. അതായത് അത് പുളിക്കുന്നതിന് കുറച്ചുകൂടി സമയം വേണം. ഇത് റേറ്റ് ഓഫ് ഫെർമെന്റേഷൻ നമുക്ക് അറിഞ്ഞുകൂടാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ പല റിയാക്ഷൻസും ഉണ്ട്. റിയാക്ഷന്റെ റേറ്റ് അറിയാമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന്റെ റേറ്റ് അറിയാമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അടുക്കളയിൽ തന്നെ കുക്കിംഗ്, പല സാധനങ്ങൾ നമ്മൾ അരി വേവിക്കുന്നുണ്ട്. അരിയുടെ റേറ്റ് ഓഫ് കുക്കിംഗ് അല്ല, കുക്കിംഗ് ടൈം അല്ല പയറ് വേവിക്കുന്നതിന്, പയറിന്റെ കുക്കിംഗ് ടൈം അല്ല വെജിറ്റബിൾസ് വേവിക്കുന്നതിന്. എല്ലാത്തിനും ഡിഫറെന്റ് ടൈം ഓഫ് കുക്കിംഗ് ആണ്. അല്ലെ, ആ സ്പീഡ് ഓഫ് ദി റിയാക്ഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. ആ എന്തുമാത്രം ഇഫക്റ്റീവായിട്ട് നമുക്ക് ഓരോ സമയം യൂട്ടിലൈസ് ചെയ്ത് ഓരോന്ന് ഉപയോഗിക്കാം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു ദിവസം തന്നെ ഇരിക്കുന്നത്. സോ നിത്യജീവിതത്തിലെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി റിയാക്ഷൻ ഇത്രയും പ്രാധാന്യമുണ്ടെങ്കിൽ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നതാണ് കെമിസ്ട്രിയിൽ, അല്ലെ? അപ്പൊ ആ കെമിസ്ട്രിയിൽ ഈ റേറ്റ് ഓഫ് ദി റിയാക്ഷന്റെ പ്രാധാന്യം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ കെമിക്കൽ കൈനറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി that deals with the study of rates of chemical reactions and their mechanisms and the factors affecting the rate of the reactions. Factors എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? നല്ല മഴയുള്ള ദിവസമാണ് നമ്മൾ ഈ മാവ് അരച്ചു വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കുളിക്കാൻ കുറച്ചുകൂടി താമസിച്ചേനെ, അല്ലെ? അപ്പം അവിടെ ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. അതുപോലെ കോൺസെൻട്രേഷൻ, പ്രഷർ, കാറ്റലിസ്റ്റ്, ഇതെല്ലാം റേറ്റ് ഓഫ് എ റിയാക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, കെമിസ്ട്രിയിലെ 2-3 റിയാക്ഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഉദാഹരണത്തിന് ഞാൻ മുട്ടത്തോടെ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ബബിൾസ് പോലെ ഇങ്ങനെ വരുന്നത് കാണാം, അല്ലേ? അത് ഒഴിച്ച ഉടനെ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് ആ ബബിൾസ് വരുന്നത്? ദറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. മുട്ടത്തോട് എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ കാൽസ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്തു. മറ്റൊരു റിയാക്ഷൻ ആണ്, സോഡിയം ക്ലോറൈഡിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടി. സിൽവർ ക്ലോറൈഡിന്റെ ഒരു വൈറ്റ് കളർ പെട്ടെന്ന് തന്നെയാണ് അത് കിട്ടിയത്. അത് ഒഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്നുമല്ല, ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടി. സോ ഈ പറഞ്ഞ റിയാക്ഷൻസ് എല്ലാം വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. എല്ലാ പ്രിസിപ്പിറ്റേഷൻസ് റിയാക്ഷൻസും വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. അതുപോലെ തന്നെ ആസിഡും ആൽക്കലിയും റിയാക്ട് ചെയ്യുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്, അതും വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട്. എക്സാമ്പിൾ, റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്, അല്ലെ? ഇലക്ട്രോ കെമിസ്ട്രിയിൽ കണ്ടതാണ്. റസ്റ്റിംഗ് ഓഫ് അയൺ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ ഒരു ഇലക്ട്രോലൈറ്റിന്റെ പ്രസൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ റെസ്റ്റിംഗ് ഓഫ് അയൺ നടക്കുന്നതിന് വേണ്ടി ഒരു ഇരുമ്പ് കത്തിയിൽ കുറച്ച് വെള്ളം തിളച്ച് വെച്ചിട്ട് റെസ്റ്റിംഗ് ഉണ്ടാവുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ്. കാണാൻ സാധിക്കുമോ? ഇല്ല. ചിലപ്പോ 1-2 ദിവസം കഴിഞ്ഞ് എനിക്കത് കാണാനായിട്ട് സാധിക്കുള്ളൂ, ചെറുതായിട്ടെങ്കിലും. സോ ദാറ്റ് ഈസ് എ വെരി സ്ലോ പ്രോസസ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ആകുമെന്ന് നമുക്കറിയാം. അപ്പൊ റൂം ടെമ്പറേച്ചറിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും മിക്സ് ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നത് കാണാൻ കാത്തിരുന്നാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. And that is also a very slow process. So example for very slow process. അപ്പൊ ഇത് രണ്ടാമത്തെ വിഭാഗം എന്താണ്? വെരി സ്ലോ പ്രോസസ് ആണ്.
റിയാക്ഷൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ അല്ലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് പറയുന്ന ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ ഈ ഡയമണ്ട് എന്ന് പറയുന്ന സാധനം, നമ്മുടെ വിചാരം ഡയമണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും അതിന് നാശം സംഭവിക്കില്ലെന്നാണ്. പക്ഷെ ഡയമണ്ട് എന്തായിട്ട് മാറുന്നുണ്ട്? ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കില്ല, കാരണം അത്രയ്ക്ക് സ്ലോ ആണ് അതിന്റെ റേറ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ബിലോങ്സ് ടു വെരി സ്ലോ പ്രോസസ്. എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് കെയിൻ ഷുഗർ C12H22O11. അതിന്റെ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസ് C6H12O6. ഇത് ഗ്ലൂക്കോസ് ആണ്. അതുകൂടാതെ നമുക്ക് ഫ്രക്ടോസും കിട്ടും. രണ്ടിന്റെ കെമിക്കൽ ഫോർമുല ഒന്ന് തന്നെയാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഈ റിയാക്ഷൻ നടന്നാൽ ഉടനെ തന്നെ ഈ പ്രോഡക്റ്റ് കിട്ടില്ല. അതൊരു മോഡറേറ്റ് സ്പീഡുള്ള റിയാക്ഷൻസ് ആണ്. അങ്ങനെ സ്പീഡ് അനുസരിച്ച് റിയാക്ഷൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ റേറ്റ് ഓഫ് എ റിയാക്ഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് എ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. എന്തുമാത്രം സ്പീഡില് ഒരു റിയാക്ഷൻ നടക്കും എന്നുള്ളതാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി സാധാരണഗതിയിൽ നമ്മൾ സ്പീഡ് ഓഫ് ആൻ ഓട്ടോമൊബൈൽ, ഒരു കാറിന്റെയോ ഒരു ബൈക്കിന്റെയോ ഒരു ലോറിയുടെയോ ഒക്കെ സ്പീഡ് പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ് നമ്മൾ സ്പീഡ് ഓഫ് ദി ഓട്ടോമൊബൈൽ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു റിയാക്ഷന്റെ റേറ്റ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ, റിയാക്ടൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് എന്താണ് വ്യത്യാസം വരുന്നത്? ഒരു റിയാക്ഷനില് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അപ്പം വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ഇൻ യൂണിറ്റ് ടൈം. അങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് റിയാക്ഷൻ റേറ്റ്? ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ഇൻ യൂണിറ്റ് ടൈം. അതാണ് റിയാക്ഷൻ റേറ്റ്. കുറച്ചുകൂടി നന്നായിട്ട് അതിനെ പറയണമെങ്കിൽ കൺസിഡർ എ റിയാക്ഷൻ. റിയാക്ടൻസ് ഈസ് കൺവേർട്ടഡ് ഇൻടു പ്രോഡക്റ്റ്. റിയാക്ടൻസ് എന്തായിട്ട് മാറി? പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പം ഇവിടെ 6 റിയാക്ടന്റ് ഡിസപ്പിയർ ചെയ്യുകയാണ്, എന്നിട്ട് ആരാ ഉണ്ടാക്കുന്നത്? പ്രോഡക്റ്റ് അപ്പിയർ ചെയ്യുകയാണ്. അപ്പൊ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? റിയാക്ടന്റ് അവിടെ കുറയല്ലേ? ഡിക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ആർ, ശരിയല്ലേ? സോ ഡിക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ആർ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനുള്ള കുറവ് ഡിവൈഡഡ് ബൈ എന്താണ്? ടൈം ടേക്കൺ. ടൈം ടേക്കൺ നമ്മൾ ആദ്യം പറഞ്ഞു, യൂണിറ്റ് ടൈമിലുള്ള റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനിലോ പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷനിലോ ഉള്ള വ്യത്യാസമാണ് റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആർ, ആ ചേഞ്ചിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ. നമ്മൾ അങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അങ്ങനെ വായിക്കണം. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഇതിന്റെ ടൈം ഇന്റർവെൽ. സപ്പോസ് അറ്റ് ടൈം T1 എന്ന് പറയുന്ന ടൈമില് ആറിന്റെ കോൺസെൻട്രേഷൻ R1 ആണെന്ന് വിചാരിക്കുക. T2 എന്ന് പറയുന്ന ടൈമിൽ ആറിന്റെ കോൺസെൻട്രേഷൻ R2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇങ്ങനെ എഴുതരുതോ? ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ നോക്കിക്കുക, നിങ്ങൾ ആദ്യം ലെറ്റ് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഈസ് 10 ആണെന്ന് വിചാരിക്കുക. അത് കുറഞ്ഞു, 5ലേക്ക് കുറഞ്ഞു. അപ്പം R1 എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? R1 എന്ന് പറയുന്നത് 10 ആണ്. R2 എന്ന് പറയുന്നത് 5 ആണ്. മോളാർ കോൺസെൻട്രേഷൻ അത്രയും 5 മോൾ പെർ ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ R2 മൈനസ് R1 എന്ന് പറയുന്നത് 5 മൈനസ് 10 അല്ലേ? അതൊരു നെഗറ്റീവ് വാല്യൂ അല്ലേ? ഒരിക്കലും ഒരു റിയാക്ഷന്റെ റേറ്റ് നെഗറ്റീവ് ആകുമോ? ഇല്ല, അതെപ്പോഴും പോസിറ്റീവ് ആണ് ആകുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ ഡിക്രീസ് കാണിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഇടും. സോ ദാറ്റ് the rate of the reaction becomes positive. ഇവിടെ നമ്മൾ എന്തിടും? മൈനസ്. സോ this is the reaction. This is rate of disappearance of R. ഇനി പ്രോഡക്ട്സിന്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ അത് എങ്ങനെ എഴുതാം? rate of appearance of P products is equal to, എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? increase in concentration of products, that is increase in
കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. ഇവിടെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അറ്റ് ടൈം T1 പ്രോഡക്റ്റ് P1 ആണ് എങ്കിൽ ആൻഡ് അറ്റ് ടൈം T2 the molar concentration is P2, then എങ്ങനെ എഴുതാം ഈ ഇക്വേഷൻ? P2 molar concentration of P2 minus molar concentration of P1 that divided by T2 minus T1 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Change in concentration of products divided by change in time. Okay. ഇനി ഇങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് a reaction is equal to എങ്ങനെ എഴുതാം? റിയാക്ടൻസിന്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, റേറ്റ് രണ്ട് രീതിയിലുണ്ട്. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും. നമ്മൾ ആദ്യം എഴുതിയ റിയാക്ഷനില് റിയാക്ടൻസ് ഗിവിംഗ് പ്രോഡക്ട്സിൽ നമ്മൾ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എങ്ങനെയാണ് എഴുതിയത്? റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R, molar concentration of R divided by delta T, or which is equal to increase in concentration of P divided by delta T. ഇത് ആവറേജ് റേറ്റ് തന്നെയാണ്. The change in concentration of any one of the reactants or products in a given time interval. അതിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ടൈം ഇന്റർവൽ ആണ്. T2 മൈനസ് T1 നമ്മൾ കണ്ടു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആവറേജ് റേറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിനെ ആവറേജ് എന്ന് എഴുതാം. ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിന്റെ റേറ്റ് കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ, ഒരു റിയാക്ഷൻ നടന്നിട്ട് 10ാമത്തെ മിനിറ്റിലുള്ള റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കണം. ആ റേറ്റ് ഓഫ് ദ റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇനി 15ാമത്തെ മിനിറ്റ് ആണെങ്കിൽ 15ാമത്തെ മിനിറ്റില് ആ ഒരു പെർട്ടിക്കുലർ ടൈമില്. അപ്പം നമുക്ക് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആർ ഇൻസ്റ്റന്റേനിയസ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എഴുതാൻ പറ്റുമോ? വലിയൊരു ഡിഫറൻസ് ഉണ്ടോ അവിടെ? ഒരു ചെറിയ ഒരു പെർട്ടിക്കുലർ മൊമെന്റിലാണ് നമ്മൾ ആ റേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എഴുതും the small change in concentration of the reactant divided by very small change in time. Here we can say here delta t tends to 0. ആ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. അപ്പോഴാണ് നമുക്ക് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ നമുക്ക് കിട്ടുന്നത്. which is equal to increase in concentration of the product divided by time taken dt. ഓക്കെ, ഇതാണ് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു വിതിൻ ഒരു ടൈം ഇന്റർവെല്ലിൽ ഉള്ള ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഉള്ള റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ആണ്. രണ്ടും എഴുതുന്നതിന് വ്യത്യാസമുണ്ട്. ഇവിടെ ഡെൽറ്റ എന്നുള്ള ടേം ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡി എന്ന് പറയുന്നത് വെരി ഷോർട്ട് ചേഞ്ച്, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ ടി ഓൾമോസ്റ്റ് ടെൻഡ്സ് ടു 0. ഇനി യൂണിറ്റ്സ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഒരു റേറ്റ് ഓഫ് ദി റിയാക്ഷന്റെ യൂണിറ്റ്? ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ കോൺസെൻട്രേഷൻ ആണ്. നമുക്കറിയാം കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ മോൾ പെർ ലിറ്റർ ആണ്. ഡിനോമിനേറ്ററിൽ എന്താണ്? സമയമാണ്. സമയത്തിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഇൻവേഴ്സ്. സോ ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നെക്സ്റ്റ് ഈസ് ഗ്രാഫിക്കൽ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു ഗ്രാഫിൽ നിന്ന് എങ്ങനെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എടുത്ത് വെച്ചിട്ട് നോക്കാം. ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഈ ഗ്രാഫ് ഇവിടെ y ആക്സിസിലെ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്, x ആക്സിസിലെ ടൈം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടൈം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ കൂടുകയാണോ കുറയുകയാണോ? കുറഞ്ഞു വരുമല്ലേ? അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഗ്രാഫിന്റെ പ്ലോട്ട് വരുന്നത്. ഇനി നമുക്ക് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതും? രണ്ട് ടൈമിലുള്ള കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യും. ഇത് T1 എന്ന് പറയുന്ന ടൈമുണ്ട്, T1 എന്ന് പറയുന്ന ടൈമുണ്ട്,
ഉള്ള കോൺസെൻട്രേഷൻ R1 എന്ന് ഞാൻ എടുത്തു. ആൻഡ് T2 എന്ന് പറയുന്ന ടൈമില് ഇതാണ് T2 എന്ന് പറയുന്ന ടൈമിലെ കോൺസെൻട്രേഷൻ R2 എന്നും എടുത്തു. അങ്ങനെയാണ് എങ്കിൽ ആവറേജ് റേറ്റ് എങ്ങനെ നമുക്ക് എഴുതാം? മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇവിടെ ഈ ഡെൽറ്റ R എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത്? which is equal to minus molar concentration of R2 minus molar concentration of R1 that divided by T2 minus T1. T2 minus T1. ഇവിടെ നമുക്കറിയാം R2 വാല്യൂ R1 കുറവാണ് അല്ലെ? അപ്പൊ R2 കുറവായിട്ട് വരുമ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്തായിട്ട് വരും? നെഗറ്റീവ് ആയിട്ട് വരും. ഈ നെഗറ്റീവും പുറത്തെ നെഗറ്റീവും കൂടെ ക്യാൻസൽ ചെയ്ത് പോസിറ്റീവ് ആയിട്ട് വരും. അങ്ങനെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് ഇങ്ങനെ പല രീതിയിൽ നമ്മളിപ്പോ T1 T2 പ്ലോട്ട് ചെയ്ത് ഇനി T3 T4 പ്ലോട്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച് ഇതുപോലെ തന്നെ എഴുതി നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ പല സ്ഥലത്ത് നിന്നും നമുക്ക് ആവറേജ് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? the rate of a reaction at a particular instant of time. Suppose എനിക്ക് ഈ ഒരു പോയിന്റില് റേറ്റ് കണ്ടുപിടിക്കണം, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിനെ ടച്ച് ചെയ്ത് ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് അതിന് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് തരും. സോ ആർ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് താഴേക്കാണ് വരച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സോ നെഗറ്റീവ് സ്ലോപ്പ് എന്ത് തരും? അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് തരും. അപ്പൊ അതെന്താണ്? dy/dx ആണല്ലേ? dy/dx എന്ന് പറയുന്നത് എന്താണ്? y ആക്സിസില് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആണ്. സോ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ dt, ദാറ്റ് ഷോർട്ട് ടൈം ഇന്റർവൽ, ഈ ടൈം ഇന്റർവൽ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സപ്പോസ് ദിസ് ടൈം ഈസ് 600 സെക്കൻഡ്, 600ാമത്തെ സെക്കൻഡിലെ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ഒരു ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദിസ് ഡിഫറൻസ്. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഏത് ടൈമില് വേണമെങ്കിലും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ആ പോയിന്റിനെ ടച്ച് ചെയ്ത് ഒരു ടാൻജന്റ് വരയ്ക്കുക. അതിന്റെ നെഗറ്റീവ് സ്ലോപ്പ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രാഫിൽ നിന്ന് മറ്റു പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. നോക്കിക്കേ, ഇവിടെ R1 നിന്ന് R2 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആവറേജ് റേറ്റ് നമ്മൾ എന്താ എഴുതിയത്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ T എന്ന് എഴുതി. ഇനി സപ്പോസ് ഞാൻ R3 എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ എടുക്കുകയാണ്. R3 എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഈ ടൈമിലാണ്. അപ്പൊ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് R3. അപ്പൊ ഇവിടെ T3 ആണ് എന്ന് വിചാരിക്കുക. R4 എന്ന് പറയുന്ന ടൈം എടുത്തു. ആ ടൈമിലെ കോൺസെൻട്രേഷൻ ടൈം എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെയാണ് എത്തിയത്. So this is T4. ഈ ഒരു ഡിഫറൻസ് T4 minus T3 is greater than T2 minus T1. കണ്ടാ മനസ്സിലാകും. ഈ T3 വലിയൊരു ഡിഫറൻസ്, അതായത് ടൈം ഇന്റർവെൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ടൈം ഇന്റർവെൽ കൂടുമ്പോൾ ഡെൽറ്റ ടിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് റേറ്റിന് എന്ത് സംഭവിക്കുന്നു? റേറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം ഡിനോമിനേറ്റർ കൂടിയാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കുറയും. ശരിയല്ലേ? സോ വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ decreases. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റിനും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? നോക്കാം. ഇവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്തത് ഞാൻ ആ റിയാക്ഷൻ തുടങ്ങിയപ്പോൾ ഉള്ള ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈ ഒരു പോയിന്റിൽ സ്റ്റാർട്ടിംഗ് ടൈമില് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കുകയാണ്. ഞാൻ അതിന്റെ ഒരു ടാൻജന്റ് വരച്ചു, എന്നിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ഡിഫറൻസ് ഇൻ ടൈം എന്ന് പറയുന്നത് ചെറുതല്ലേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഈ ഡിഫറൻസ് ഇൻ ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഷോർട്ട് ടൈം ഇന്റർവൽ ആണ്. അതിലും വലുതാണ് ഈ ഒരു ടൈം ഇന്റർവൽ എന്ന് പറയുന്നത്. അപ്പം കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ദ റിയാക്ഷനും കുറയും. ഓക്കെ, ഇനി പ്രോഡക്ട്സ് വേഴ്സസ് ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സപ്പോസ് നമുക്കൊരു പ്രോഡക്റ്റ് വേഴ്സസ് ടൈം, ഇത് ടൈമാണ്, ഇത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് y ആക്സിസിൽ. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരുമ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാണ് വരുന്നത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ. അപ്പൊ അതിന്റെ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇനി ഇതിന്റെ ആവറേജ് റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് റേറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ
ഈ ഒരു പെർട്ടിക്കുലർ T1 എന്ന് പറയുന്ന ടൈമിൽ ഉള്ള പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ P1 ആയിട്ട് എടുക്കുക. അതുപോലെ T2 എന്ന് പറയുന്ന ടൈമിൽ, ഇതാണ് T2 എന്ന് പറയുന്ന ടൈം എന്ന് വിചാരിക്കുക. T2 ഈ ഒരു ടൈമിലെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ P2 ആണ് എങ്കിൽ ആവറേജ് റേറ്റ് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് ആവറേജ് റേറ്റ്. ഈ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? P2 മൈനസ് P1. Okay, molar concentration of P2 minus molar concentration of P1 divided by T2 minus T1. ഇങ്ങനെ കിട്ടും, T2 minus T1. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാം? എന്ത് ചെയ്യണം? ഏത് പോയിന്റിലാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ, ഈ ഒരു ടൈമില് നമുക്ക് ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണം. ആ പെർട്ടിക്കുലർ പോയിന്റില്, ആ ഒരു കർവില് ഒരു ടാൻജന്റ് വരയ്ക്കണം. ആ പോയിന്റിനെ ടച്ച് ചെയ്ത് ഒരു ടാൻജന്റ് വരയ്ക്കണം. എന്നിട്ട് അതിന്റെ സ്ലോപ്പ്, ഫ്രം ദ സ്ലോപ്പ്, ആ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കിട്ടും. അപ്പം സ്ലോപ്പാണ് നമുക്ക് ഇത് തരുന്നത്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് തരുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് dp/dt. യു വിൽ ഗെറ്റ് ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇങ്ങനെയാണ് പ്രോഡക്റ്റിന്റെ ഗ്രാഫിൽ നിന്ന് നമ്മൾ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കുന്നത്. ഈസി അല്ലേ? ഇനി അടുത്തത് എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ജനറൽ ആയിട്ട് ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് കണ്ടു. ആർ ഗിവിംഗ് പ്രോഡക്ട്സ്, റിയാക്ടൻസ് ഗിവിംഗ് പ്രോഡക്ട്സ് നമ്മൾ ചെയ്തതാണ് കുറച്ചു മുമ്പ്. ഇനി നമ്മൾ പെർട്ടിക്കുലർ ഇക്വേഷൻ, റിയാക്ഷൻ എടുത്തിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, Hg plus Cl2 gives HgCl2. ഇതൊരു റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷനിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഒരു മോൾ Hg ഒരു മോൾ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു മോൾ HgCl2 ഉണ്ടായി. അതായത് ഇവിടെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് Hg ഈസ് ഈക്വൽ ടു എന്താണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് Cl2 ആണ്. രണ്ടിന്റെയും റേറ്റ് തരാം. ഒരു Hg പോകുമ്പോൾ ഒരു Cl2 പോകും. അപ്പം എത്രയുണ്ടാകും? ഒരു HgCl2 ഉണ്ടാകും. അപ്പൊ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് HgCl2 ഈക്വൽ അല്ലേ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് HgCl2. ഇങ്ങനെ നമുക്ക് എഴുതാം. കാരണം എല്ലാം സെയിം ആണ്, എല്ലാത്തിന്റെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്, ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Hg ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ബിക്കോസ് ഡിക്രീസ് കാണിക്കാൻ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Cl2 divided by delta T, and which is equal to increase in change ആണ് concentration of HgCl2 product ആണ് that divided by delta T. അപ്പോൾ rate of reaction നമുക്ക് ഇങ്ങനെ represent ചെയ്യാം. അടുത്തത് ഈ ഒരു റിയാക്ഷൻ നോക്കുക. 2HI giving H2 plus I2. ഇവിടെ നമ്മൾ 2 മോൾ HI 1 മോൾ H2ഉം 1 മോൾ ഐഡിയുമായിട്ട് ഡീകമ്പോസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഡീകമ്പോസ് ചെയ്തപ്പോൾ 2 മോൾ ഡീകമ്പോസ് ചെയ്തപ്പോഴാണ് 1 മോൾ H2ഉം 1 മോൾ I2ഉം ഉണ്ടായത്. ഇനി ഇതിന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ നമുക്കൊന്ന് എഴുതി നോക്കാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, അതായത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് HI divided by delta T minus sign കൊടുത്തു, which is equal to increase in concentration of H2 divided by delta T, which is equal to increase in concentration of I2 divided by delta T. Okay, ഇങ്ങനെ എഴുതാം. Suppose the molar concentration of HI is 10 ആണെന്ന് വിചാരിക്കുക. 10 ആണെങ്കിൽ ഇവിടെ 10 മോളിക്യൂള് HI ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 ഉണ്ടാവുമോ? ഇല്ല, 10ന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ 5 മോൾ പെർ ലിറ്റർ ഐഡിനും
ഉണ്ടായി. ഈ ഒരു ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. 2 മിനിറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് HI. HIയുടെ എത്രയാണ്? മോളാർ കോൺസെൻട്രേഷൻ 10 ആണ്. 10 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 5 ഡിവൈഡഡ് ബൈ 2, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഈക്വൽ ആവില്ലല്ലോ ഒരിക്കലും. അപ്പൊ ഇങ്ങനെയല്ല റേറ്റ് ഓഫ് എ റിയാക്ഷൻ എഴുതേണ്ടത്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് H2-ന്റെയും അല്ലെങ്കിൽ I2-ന്റെയും ഇരട്ടിയാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. എങ്ങനെയാണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് HI എന്ന് പറയുന്നത് 2 ടൈംസ് 2 ഇൻറ്റു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് H2 അല്ലെങ്കിൽ ഓർ I2 ആണ്. കാരണം ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് ഓഫ് അപ്പിയറൻസ് സെയിം ആണ്. H2-വിന്റെ റേറ്റ് ഓഫ് അപ്പിയറൻസും I2-വിന്റെ റേറ്റ് ഓഫ് അപ്പിയറൻസും ഈക്വൽ ആണ്. പക്ഷേ HIയുടെ റേറ്റ് ഓഫ് അപ്പിയറൻസ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത് 2 ടൈംസ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് H2 ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു യുണീക്ക് വാല്യൂ കിട്ടുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോയിഷ്യോമെട്രി കോഎഫിഷ്യന്റ് വെച്ചിട്ട് ഈ എക്സ്പ്രഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു minus 1 by 2, that's stoichiometric coefficient 2 ആണ്, into change in concentration of HI, molar concentration of HI divided by delta T, which is equal to increase in molar concentration of H2 divided by delta T, which is equal to also change എന്ന് പറയുന്നത് increase in concentration of the product divided by time taken. ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ നമുക്കൊരു യുണീക്ക് വാല്യൂ റേറ്റ് ഓഫ് റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ആ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ചിട്ട് ആ റേറ്റ് എക്സ്പ്രഷനെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അത് ഏത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണോ ആ റിയാക്ടന്റിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2HI ആണ്. അപ്പൊ HIയുടെ ഈ ഒരു എക്സ്പ്രഷനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, ഇനി ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ട് റിയാക്ഷന്റെ റേറ്റ് ഒന്ന് എഴുതി നോക്കാം. സോ റേറ്റ് ഓഫ് ദി ഫസ്റ്റ് റിയാക്ഷൻ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു, എഴുതി നോക്കിക്കേ, ഒന്ന് പറഞ്ഞേ എങ്ങനെയാണ്, പറഞ്ഞു നോക്കിക്കേ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 മൈനസ് സൈൻ ഉണ്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇവിടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, which is equal to, ഇവിടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് 3 ആണ്. അപ്പൊ അത് ഡിവൈഡ് ചെയ്യണം അല്ലേ? 1/3 മൈനസ് സൈൻ ഉണ്ട് ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ T, which is equal to എന്താണ്? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. ഇവിടെ അമോണിയ പ്രോഡക്റ്റ് ആണ്, അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പം അത് 1/2 ഇൻറ്റു ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NH3 divided by delta T. ഇങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതേണ്ടത്. അടുത്ത റിയാക്ഷൻ, ഈ റിയാക്ഷന്റെ എങ്ങനെ എഴുതാം? റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, സോ മൈനസ് 1/5 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Br മൈനസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ T, which is equal to change in concentration of BrO3 minus divided by delta T, which is equal to, ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ എല്ലാം റിയാക്ടന്റ് ആണ്, സോ മൈനസ്, ഇവിടെ 6 ആണ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്, സോ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ T, which is equal to, ഇവിടെ പ്രോഡക്റ്റ് ആയി, ഈ പ്രോഡക്റ്റ് വരുമ്പോൾ 1/3 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബ്രോമിൻ Br2 divided by delta T, which is equal to, ഇവിടെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 3 വെച്ച്, 1/3 into change in concentration of H2O divided by delta T. So this is the rate expression. ഇനി ഒരു ഗേഷ്യസ് സിസ്റ്റം ആണ് എങ്കിൽ അവിടെ കോൺസെൻട്രേഷൻ അല്ല നമ്മൾ പറയുന്നത്, അവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗേഷ്യസ് സിസ്റ്റത്തില് പ്രഷർ ആണ്, പാർഷ്യൽ പ്രഷേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ പാർഷ്യൽ പ്രഷേഴ്സ് ബൈ ടൈം ആണ്.
അത്രയും ഒരു വ്യത്യാസമുണ്ട് ഗേഷ്യസ് സിസ്റ്റത്തില്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കണ്ടു. എന്താണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പഠിച്ചു. എങ്ങനെയാണ് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. കൂടാതെ ഈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എങ്ങനെ പലതരം റിയാക്ഷൻസിന്റെ എഴുതാമെന്ന് പഠിച്ചു. ഇനി ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എഴുതി പഠിക്കണം. ഡിസ്റ്റിംഗ്വിഷ് ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. How is it determined graphically? Okay. Now second question, write the rate of the reaction for the following. The rate of the reaction എഴുതുക. 4NH3 plus 5O2 gives 4NO plus 6H2O. 2NO plus Cl2 gives 2NOCl. അതൊന്ന് നിങ്ങൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് ശരിക്കും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.